പുനഃപരീക്ഷ റദ്ദാക്കരുത് എന്നാവശ്യപ്പെട്ട് കേരളത്തിൽ നിന്നും ഹർജി. കേരളത്തിൽ നിന്നുള്ള 10ഓളം വിദ്യാർത്ഥികളാണ് ഹർജി ഫയൽ ചെയ്തത്. ഹർജി അടുത്ത ആഴ്ച കോടതിയുടെ പരിഗണനയിൽ വന്നേക്കും. വിവരങ്ങളുമായി ബി ബാലഗോപാൽ ചേരുന്നു ദില്ലിയിൽ നിന്നും. ബാലഗോപാൽ, കേരളത്തിൽ നിന്നും അങ്ങനെ ഒരു ഹർജി പോയിരിക്കുകയാണ്. ഇത് ഹർജിയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഹർജിയിൽ പറയുന്നത്, അവരാവശ്യപ്പെടുന്നതും? മോത്തി, കേരളത്തിൽ നിന്നുള്ള 9 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഈ നീറ്റ് പരീക്ഷ റദ്ദാക്കരുതെന്ന് ആവശ്യപ്പെട്ട് സമീപിച്ചിരിക്കുന്നത്. നീറ്റ് പരീക്ഷയിൽ 2024 നീറ്റ് പരീക്ഷയിൽ 660-ലധികം മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികളാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഏതാണ്ട് 472 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് തങ്ങൾ ഇത്തരമൊരു ആവശ്യവുമായി സുപ്രീം കോടതിയെ സമീപിക്കുന്നതെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഈ ചോർത്തലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതായത് 1-2 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഈ ചോർത്തൽ നടന്നിട്ടുള്ളത്. കേരളം ഉൾപ്പെടെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും ഈ ചോർത്തൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷ ആ ചോർത്തലിന്റെ പേരിൽ, ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ റദ്ദാക്കരുതെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഈ മികച്ച സ്കോർ ലഭിക്കാത്ത വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഈ പുനഃപരീക്ഷ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നതെന്നും ഈ വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതുതായി പരീക്ഷ ആവശ്യപ്പെടുന്നവർക്ക് പിന്നിൽ കോച്ചിങ് സെന്ററുകളാണ് എന്നും, കാരണം അവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാത്തതിനാൽ അവരാണെന്നും ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഹർജി അടുത്ത ആഴ്ച സുപ്രീം കോടതി പരിഗണിക്കാൻ. ശരിയാണ്. അങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ, സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ നമ്മൾ ഇവിടെയൊന്നും ചോർച്ചയുടേതായ പ്രശ്നങ്ങൾ ഇല്ലാത്ത സ്ഥിതിക്ക് ആ കുട്ടികൾ വീണ്ടും പരീക്ഷ എഴുതേണ്ടി വരിക എന്ന് പറയുന്നത് കുറച്ച് ദൗർഭാഗ്യകരമാണ്.